എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരം അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 സീരീസിനായാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ T20. സൂര്യ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജു, അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ്, റിങ്കു സിംഗ് എന്നിങ്ങനെ യുവതാരങ്ങളാണ് അണിനിരക്കുന്നത്. മലയാളി താരം സഞ്ജു വിക്കറ്റ് കീപ്പർ റോളിൽ ആദ്യ T20 മത്സരം കളിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ T20 മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇനി അവശേഷിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ 3 T20 മത്സരങ്ങളാണ്. T20 പരമ്പരയും തൂത്തുവാരി ബംഗ്ലാദേശിനെ നാണം കെടുത്തിവിടാനായിരിക്കും ഇന്ത്യയുടെ പദ്ധതി. ഈ ഒരു ബംഗ്ലാദേശ് T20യിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് BCCI കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യ അടിമുടി മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയെ സൂര്യ നയിക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ സഞ്ജു ഇറങ്ങും. പ്രാക്ടീസ് മാച്ചിലൊക്കെ സഞ്ജു മിന്നും പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ T20യിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടിനായാണ് മലയാളി ആരാധകരും കാത്തിരിക്കുന്നത്. 3-ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യ കളിക്കുമ്പോൾ 4-ാം നമ്പറിൽ രാജസ്ഥാൻ താരം റിയാൻ പരാഗ് ഇറങ്ങും. ഫിനിഷർ റോളിൽ റിങ്കു സിംഗ്, ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയും ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ട്. 2 സ്പിന്നിങ്ങിനെ വെച്ചിട്ടായിരിക്കും ഇന്ത്യ ആദ്യ T20യിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ 3 പേസർമാരും ടീമിലുണ്ടാകും. മൊത്തത്തിൽ ഒരു അടിമുടി മാറ്റവുമായിട്ടാണ് ഇന്ത്യ T20 മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത്. എന്നാൽ എതിരാളികൾ ബംഗ്ലാദേശാണ്. T20യിൽ മികച്ച റെക്കോർഡുള്ള ടീമാണ് ബംഗ്ലാദേശ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവരുടെ ഫോം ഇന്ത്യക്കൊരു വെല്ലുവിളി തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്ത്യ ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. ഇനി ബംഗ്ലാദേശിനെതിരെയുള്ള ആദ്യ T20 മത്സരത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത 11 ഒന്ന് പരിശോധിക്കാം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ്, ഹർദിഷ് റാണ, മയങ്ക് യാദവ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. മികച്ച യുവതാരങ്ങളാണ് ഇന്ത്യക്കായി T20യിൽ ഇറങ്ങുന്നത്. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് മികച്ച റെക്കോർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പരയും ഇന്ത്യ തന്നെ തൂത്തുവാരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സഞ്ജുവിനെ വീണ്ടും ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിക്കുന്നത് മലയാളി ആരാധകർക്ക് വലിയ ആവേശം പകരും. സഞ്ജുവിന് ഇത് വലിയൊരു അവസരമാണ്. ഓപ്പണർ, വിക്കറ്റ് കീപ്പർ എന്ന റോളാണ് സഞ്ജുവിന് കളിക്കാൻ പോകുന്നത്. വീരേന്ദ്ര സെവാഗ്, രോഹിത് ശർമ്മ എന്നിവർക്ക് ശേഷം ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറായി സഞ്ജു മാറുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.